ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ വെയിറ്റ് ലോസ് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെയിറ്റ് ലോസിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് കുറേ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ സൈഡ് എഫക്റ്റ് എന്തൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ക്രേവിങ്സ് എന്താണ്, ഓവർ ഈറ്റിംഗ് എന്താണ്, ഇത് എന്തുകൊണ്ട് വരുന്നു, ഇത് നമുക്ക് എങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നോർമലി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എന്താണ് ക്രേവിങ്സ്, എന്താണ് ഓവർ ഈറ്റിംഗ്? ക്രേവിങ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഓവർ ഈറ്റ് ചെയ്യേണ്ടതായിട്ട് അവസ്ഥ വരുന്നത്. ക്രേവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കാണുമ്പോഴല്ല, നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴായാലും നമുക്ക് ഇന്ന ഭക്ഷണം കഴിക്കണമെന്ന് നമുക്കൊരു ടെൻഡൻസി തോന്നുമ്പോഴാണ് നമുക്ക് ക്രേവിങ്സ് വരെയും. ആ ക്രേവിങ്സ് വരുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന എന്ത് ഭക്ഷണമായാലും അതിനെ വാരി വലിച്ച് കഴിക്കുക. അതിന് ഇന്ന ടൈമില്ല, നമ്മളെ ഡയറ്റ് ഒന്നില്ല, നമ്മളൊന്നും ഇല്ലാതെ നോക്കാതെ നമ്മളിതെല്ലാം വാരി വെച്ച് കഴിക്കുകയും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് അതിന്റെ കുറ്റബോധം വരും. എനിക്ക് നല്ല രീതിയിൽ വരുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ക്രേവിങ്സ് കഴിഞ്ഞ് ഓവർ ഈറ്റ് ചെയ്ത് പിന്നെ ഒരു കുറ്റബോധമുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും കുറച്ച് മുന്നേ കഴിക്കാതിരുന്നിരുന്നു എങ്കിൽ എൻ്റെ ഈ കാലറി കൂടില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ നാളത്തെ വെയിറ്റിനെ അത് അഫക്റ്റ് ചെയ്യില്ലായിരുന്നല്ലോ എന്നൊരു ചിന്ത വരും. പക്ഷെ ക്രേവിങ്സ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ചിന്താഗതികളൊന്നും ഇല്ല. അപ്പോൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പല്ലേ, ക്രേവിങ്സ് അല്ലേ, നമുക്ക് വേണ്ടിയിട്ടല്ലേ ഈ ഭക്ഷണങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്, നമ്മൾ ഇതൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നഷ്ടമാവുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ ഒരു നൂറ് എന്താ റീസൺസ് നമുക്ക് കഴിക്കുന്നതിന് മുന്നേ ആയാലും കഴിച്ച് കഴിയുമ്പോഴായാലും നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യമാണ്. അതൊക്കെ നമ്മുടെ മൈൻഡിനെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ മൈൻഡിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു 100,000 എന്താ പറയുക റീസൺസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഈ പറയുന്ന ക്രേവിങ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഓവർ ഈറ്റിങ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഒരു പരിധി വരെ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. ബാക്കി നമ്മൾ വിചാരിച്ചാൽ മാത്രമേ ഈ പറയുന്നതെല്ലാം നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ക്രേവിങ്സ് ഓവർ ഈറ്റിങ്ങിൻ്റെ അകത്ത് ചീറ്റ് മീൽ ഉൾപ്പെടുന്നില്ല കേട്ടോ. ചീറ്റ് മീൽ ഓവർ ഈറ്റിങ്ങിൻ്റെ അകത്ത് വരും, പക്ഷേ എങ്കിലും ഇത് രണ്ടിൻ്റെ അകത്ത് ഈ ചീറ്റ് മീൽ എന്ന് പറയുന്നത് ഉൾപ്പെടുന്നില്ല. ചീറ്റ് മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇപ്പോൾ മാസത്തിൽ 1-2 തവണ നമുക്ക് കഴിക്കണം എന്ന് തോന്നി നമ്മൾ കഴിക്കുന്നതാണ്. ഈ ക്രേവിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാര്യങ്ങളാണ്. ചിലവർക്ക് ഷുഗർ ക്രേവിങ്സ് നല്ലതായിരിക്കും. ഇപ്പം എന്നെ പോലുള്ള ഇതാണെങ്കിൽ ചോറിൻ്റെ ക്രേവിങ്സ് ആയിരിക്കും കൂടുതൽ, കുഴിമന്തിയുടെ ക്രേവിങ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ക്രേവിങ്സിൽ പറയുന്നത്. ഈ ക്രേവിങ്സ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ക്രേവിങ്സ് എന്തുകൊണ്ടാണ് ഈ ക്രേവിങ്സ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം പട്ടിണി ഇരിക്കുന്ന സമയത്ത് നമുക്ക് ക്രേവിങ്സ് ഉണ്ടാകാം. ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വെറുതെ ഇരിക്കുമല്ലേ, അപ്പോൾ നമുക്ക് കഴിക്കണം എന്ന് തോന്നും. ആ സമയത്ത് ഹങ്കർ ഹോർമോൺസ് റിലീസ് ആവുകയും നമുക്ക് കഴിക്കണം എന്നുള്ള ടെൻഡൻസി തോന്നി നമ്മൾ എന്തായാലും കഴിക്കുകയും ചെയ്യും. സ്ട്രെസ് വരുമ്പം, ചിലർക്ക് സ്ട്രെസ് ഡിപ്രഷൻ വരുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഫുഡ് ഒരുപാട് കഴിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാഡ്നെസ് വരുന്ന സമയത്ത് നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സ്ട്രെസ് അല്ലെങ്കിൽ നമുക്ക് ഡിപ്രഷനോ വിഷമോ വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങ് മെലിഞ്ഞ് ക്ഷീണിച്ച് പോകുമെന്നാണ് ഒരു കാറ്റഗറിയുടെ വിചാരം എന്ന് വെച്ചാൽ ശരിക്കും അങ്ങനെയല്ല. ഈ സ്ട്രെസ് ഡിപ്രഷൻ ഓരോ ആൾക്കാർക്ക് ഭയങ്കര വ്യത്യാസമായിരിക്കും. ആ സമയത്ത് ചിലവർക്ക് ഫുഡ് കഴിക്കേണ്ട, ചിലവർക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചാണ് ചിലരത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെസ് ഹോർമോൺ വരുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ ഓവർ ഈറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്കുണ്ടാവും. പിന്നെ നമ്മൾ കഴിക്കുന്നതിൽ പ്രോട്ടീൻ ഇല്ല, ഫൈബർ ഇല്ല, പിന്നെ വെള്ളം കുടിക്കുന്നില്ല, ഉറപ്പായിട്ടും ക്രേവിങ്സ് ഉണ്ടാവും, ഓവർ ഈറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പിന്നെ നമുക്ക് ചില ശീലങ്ങളുണ്ടല്ലോ. ഇപ്പോൾ മൊബൈൽ ഫോൺ കാണുമ്പോൾ നമുക്ക് ഫുഡ് വേണം, പത്രം വായിക്കുമ്പോൾ നമുക്ക് ചായ വേണം എന്നുള്ള കുറേ ശീലങ്ങളുണ്ട്. ആ ഒരു ശീലം മാറ്റി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ഈ പറയുന്ന ഓവർ ഈറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡയറ്റ് പ്ലാൻ ഉണ്ട്. അതിന് പുറമേ നമ്മൾ ആവശ്യമില്ലാതെ അതും ഇതൊക്കെ കഴിക്കുന്നതിന് ഓവർ ഈറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു കാലറി ഉണ്ട്. ആ കാലറിക്ക് വെളിയിൽ പോയി കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ഓവർ ഈറ്റിംഗ് എന്ന് പറയുന്ന കാര്യം വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് വുമൻസിൻ്റെ കാര്യം പറഞ്ഞാൽ ഹോർമോണൽ ചേഞ്ച് വരുമ്പോൾ, പ്രത്യേകിച്ച് പീരീഡ്സ് സമയത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഷുഗർ ക്രേവിങ്സ്, ഒരുപാട് പേർക്ക് ചോക്ലേറ്റ് കഴിക്കാനുള്ള ക്രേവിങ്സ് തോന്നും. ആ ഒരു ടൈം അടുക്കുന്ന ആ ഒരാഴ്ചയ്ക്ക് മുന്നേ ആയിരിക്കും നമുക്ക് ഈ പറയുന്ന ക്രേവിങ്സ് നമുക്ക് വരുന്നത്. ആ ടൈമിൽ ക്രേവിങ്സ് വരുമ്പോൾ അതിനെ എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്ന എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഈ പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ ഷുഗർ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് വെറുതെ ആയി പോവും. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ക്രേവിങ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓവർ ഈറ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ വരുന്നത്.
പിന്നെ ക്രേവിങ്സ് എങ്ങനെ കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൽസ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മീൽസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ക്രേവിങ്സ് തോന്നും. കാര്യം മീൽസ് സ്കിപ്പ് ചെയ്താൽ നമ്മൾ ഒരുപാട് നേരം വിശന്നിരിക്കേണ്ടി വരും. 3 മീൽ എടുക്കുക, ഒരു സ്നാക്ക് എടുക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്കെ ആണ് കേട്ടോ. ആ ഒരു രീതിയിൽ കൊണ്ടുപോയി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഈ ഒരു ടൈപ്പ് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഒരുപാട് നേരം വിശന്നിരിക്കുമ്പോഴും നമുക്ക് ഈ പറയും പോലെ ക്രേവിങ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. പ്രോട്ടീൻ നമ്മൾ കൂടുതൽ എടുക്കാം, മുട്ട എടുക്കാം, പിന്നെ ഫിഷ് എടുക്കണം, പനീർ എടുക്കണം, മീൻ എടുക്കാം, പിന്നെ പയറ്, കടല, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഓവർ ഈറ്റിംഗും ക്രേവിങ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഫൈബർ കഴിക്കുക. ഫൈബർ എന്ന് പറയുമ്പോൾ പഴങ്ങളുണ്ട്, പച്ചക്കറി, ചേന, പിന്നെ നമ്മൾ അവിയൽ ഒരുപാട് കഴിക്കുക. അപ്പൊ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഫൈബർ കിട്ടും. ഫൈബർ ഒരുപാട് കഴിക്കുമ്പോൾ ഈ പറയുന്ന ക്രേവിങ്സ് നമുക്ക് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വെള്ളം കുടി. ഭക്ഷണം കഴിക്കുന്ന മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ചിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ക്രേവിങ്സ് കുറയും. പിന്നെ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വയറ് ഫില്ലിംഗ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ക്രേവിങ്സ് തോന്നത്തില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിച്ചു നോക്ക്, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുഡ് കഴിക്കാനാണ് ആഗ്രഹം, ഒരു ജങ്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ വേറൊരു ജങ്ക് ഫുഡ് കഴിച്ചു. ആ സമയത്ത് പിന്നീട് നമുക്ക് ഈ നമ്മളെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ജങ്ക് കഴിക്കാൻ നമുക്ക് തോന്നില്ല. കാര്യം നമ്മുടെ വയറ് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്കൊരു ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ക്രേവിങ്സ് നമുക്കില്ല. അത് കാരണം നമ്മൾ വേറൊരു ഫുഡ് കഴിച്ച് നമ്മുടെ ക്രേവിങ്സിനെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വിചാരിച്ച ഫുഡ് കഴിക്കണം എന്ന് നമുക്ക് തോന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ വയറ് ഫില്ലാക്കി എങ്ങനെയെങ്കിലും വെക്കാൻ വേണ്ടി നോക്കുക. വെള്ളം എന്ന് പറയുമ്പോൾ 0 കാലറിയാണ്. ഇത് കഴിക്കാം, അത് കുടിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിന് വെള്ളം നല്ലതാണ്. ഈ പറയുന്ന പോലെ ക്രേവിങ്സ് വരാതിരിക്കാനും നമുക്കിത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു 20 മിനിറ്റ്സ് റൂളുണ്ട്. നമുക്ക് ക്രേവിങ്സ് വന്നു, 20 മിനിറ്റ് ഒന്ന് പിടിച്ചു വെക്കുക, ഫുഡ് കഴിക്കാതിരിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നടക്കുക, അല്ലെങ്കിൽ ഒന്ന് പാട്ട് കേൾക്കുക, ഒരു സിനിമ കാണുക, ചെന്ന് കിടന്ന് ഉറങ്ങുക, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ 20 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ ക്രേവിങ്സ് പോകും. ഓക്കെ, ക്രേവിങ്സ് ആണെങ്കിൽ പോകും, വിശപ്പാണെങ്കിൽ പോയില്ല. പിന്നെ ആ സംഭവം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അതാണ് ഈ ക്രേവിങ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 20 മിനിറ്റ്സ് റൂൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്ക്. 20 മിനിറ്റ്സ് ഫുഡ് കഴിക്കുക. ക്രേവിങ്സ് വന്നാൽ ഒന്ന് പിടിച്ചിരിക്കുക. ക്രേവിങ്സ് വന്ന് നമ്മളത് തീരുന്ന ആ ടൈം വരെ. ആ സമയത്ത് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് വാങ്ങി മൈൻഡൊക്കെ ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രേവിങ്സ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ സ്ട്രെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നടക്കുക, ബുക്ക് വായിക്കുന്നവർക്ക് ബുക്ക് വായിക്കുക, ഒന്ന് ഉറങ്ങുക. ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലർക്ക് സ്ട്രെസ്സൊക്കെ ഒരുപാട് കുറയും. അപ്പോൾ ഒന്ന് ഉറങ്ങുക. പിന്നെ കുറച്ച് എഴുതാൻ പറ്റുന്നവർക്ക് ഒന്ന് എഴുതുക. അപ്പം അങ്ങനെയൊക്കെ മനസ്സിലുള്ള കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്ട്രെസ്സൊക്കെ കുറയും. ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഓവർ ഈറ്റ് ചെയ്യേണ്ട ഒരു ടെൻഡൻസി മാറിയിട്ട് ഇതിലോട്ട് വേറെ ആക്ടിവിറ്റിയിൽ പോകുമ്പോൾ നമുക്കതൊക്കെ മാറ്റാൻ വേണ്ടി പറ്റും. ജങ്ക് ഫുഡ് വിസിബിലിറ്റി കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ജങ്ക് ഫുഡ് ഒരുപാട് സൂക്ഷിക്കാൻ വേണ്ടി പാടില്ല. ഇത് കാണുമ്പോഴാണ് നമുക്ക് കഴിക്കാനുള്ള ടെൻഡൻസി തോന്നുന്നത്, നമ്മൾ കഴിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ജങ്ക് ഫുഡ് വാങ്ങി വെക്കാതിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലില്ല, പോയി വാങ്ങിക്കാൻ ചിലപ്പോൾ നമുക്ക് മടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രേവിങ്സ് കുറയും. ഈ ജങ്ക് ഫുഡ് കാണുമ്പോഴാണ് നമുക്ക് കഴിക്കാൻ വേണ്ടി തോന്നുന്നത്. അത് ജസ്റ്റ് വീട്ടിൽ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൊബൈൽ നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക, TV നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക. അപ്പം നമ്മൾ കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് മനസ്സിലാവില്ല, നമ്മുടെ വയറ് നിറയുന്നത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ സംഭവങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ചില കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് അനുസരിച്ചും കൂടെ ഇരിക്കും കേട്ടോ. അപ്പോൾ മൈൻഡ് നമ്മൾ വിചാരിക്കും നമ്മുടെ വയറ് ഫുള്ളായി എന്ന് വിചാരിക്കും. ക്രേവിങ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയ പ്ലേറ്റ്സിലൊക്കെ ഭക്ഷണം കഴിച്ച് നോക്കുക. കുറച്ച് പോർഷനൊക്കെ എടുത്ത് കഴിച്ച് നോക്കണം. പിന്നെ ഹൈ വോളിയം ലോ കാലറി ഫുഡ് വേണം കഴിക്കാൻ. ഹൈ വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടു കഴിഞ്ഞാൽ പ്ലേറ്റ് നിറഞ്ഞിരിക്കണം, പക്ഷെ അതിൻ്റെ കാലറീസ് കുറവായിരിക്കണം ഫുഡ് എടുക്കുമ്പോൾ. അപ്പോൾ വയറ് നിറയും, കാലറി ഇല്ല. അങ്ങനെ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ ഓവർ ഈറ്റിംഗ് എന്ന് പറയുന്ന സംഭവം കുറയ്ക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ട്രിഗർ ചെയ്യുന്ന ഫുഡ് നമ്മൾ കാണാനോ കഴിക്കാനോ പാടില്ല. അത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ ഈ പറയുന്ന ഫുഡിന്റെ വീഡിയോസ് ഒരുപാട് വരുമ്പോൾ നമുക്ക് കഴിക്കാനൊരു ടെൻഡൻസി തോന്നും. അപ്പം അതൊക്കെ മാക്സിമം കഴിക്കാതെയും കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കുറച്ച് കട്ട് ഫ്രൂട്ട്സ് റെഡിയാക്കി വെച്ചേക്കണം ഫ്രിഡ്ജിൽ. കാര്യം ക്രേവിങ്സ് വരിക അപ്പോൾ എടുത്ത് കഴിക്കുക. പിന്നെ നമ്മൾ ക്രേവിങ്സ് വരുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്ന ബിസ്ക്കറ്റ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പാക്കറ്റ് തുറക്കുക, പെട്ടെന്ന് എടുത്ത് കഴിക്കുക. അതിന് പകരം കട്ട് ഫ്രൂട്ട്സ് നമ്മൾ രാവിലെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ക്രേവിങ്സ് തോന്നുന്നു അപ്പോൾ 2 ഫ്രൂട്ട്സ് നമ്മൾ എടുത്ത് കഴിച്ചാൽ ക്രേവിങ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇങ്ങനെയുള്ള ടിപ്സ് ഒക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. ബാക്കി പരിധിവരേക്ക് നമ്മുടെ മൈൻഡാണ്, നമ്മുടെ മൈൻഡ് അനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും ടിപ്സും ട്രിക്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസിൽ കൂടുതൽ കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ.